നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എയിം സ്റ്റഡി സെന്ററിന്റെ യൂട്യൂബ് ചാനലിലൂടെ LPUP മിഷൻ എന്നുള്ള പേരിൽ LPUP സിലബസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകൾ നൽകി വരുന്നുണ്ട്. ഒരുപാട് പേരത് കാണുകയും അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഇന്നും നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സിലബസിൽ പഠിക്കാനുണ്ട് അല്ലെ. ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഒക്കെ അതിലിങ്ങനെ വ്യത്യസ്തമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. അതിൽ തന്നെ തിരുവിതാംകൂറിന്റെ ഭാഗമായിട്ട് പറഞ്ഞ മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം ഒക്കെ നമ്മൾ ഈ നമ്മുടെ ചാനലിലൂടെ കണ്ടതാണ്. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന കൊച്ചിയുമായിട്ട്, കൊച്ചിയിൽ പറയുന്ന രണ്ട് ടോപ്പിക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ. കൊച്ചിയിൽ ഏതാണ്? ഇലക്ട്രിസിറ്റി സമരവും അതുപോലെ തന്നെ കൊച്ചി രാജ്യ പ്രജാ മണ്ഡലം. ഈ രണ്ട് ടോപ്പിക്കാണ് അതിൽ വരുന്നുള്ളൂ. അപ്പൊ നമുക്കിന്ന് ആ ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കാം. എന്താ നമ്മൾ നോക്കാൻ പോകുന്നത്? ഇലക്ട്രിസിറ്റി സമരം അല്ലെ. കൊച്ചിയിൽ ഇലക്ട്രിസിറ്റി സമരം ഉണ്ട്, അതേപോലെ തന്നെ കൊച്ചി രാജ്യ പ്രജാ മണ്ഡലം. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലെ. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ. എയിം സ്റ്റഡി സെന്ററിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ നൽകി വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പരീക്ഷയൊക്കെ ഇങ്ങനെ അടുത്തു വരുന്ന സമയത്ത് സിലബസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകൾ എന്ന് പറയുന്നത് വളരെ 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 എന്താണ്? പ്രാധാന്യമുള്ളത് തന്നെയാണ്. ഈ ഇലക്ട്രിസിറ്റി സമരത്തൊന്നും കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിലും ഒക്കെ നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പഠിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരൊറ്റ വീഡിയോ കണ്ടാൽ മതി. ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഇലക്ട്രിസിറ്റി സമരം, ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ അല്ലെങ്കിൽ വൈദ്യുതി പ്രക്ഷോഭം എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്ത പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട് അല്ലെ. ദിവാനായിട്ടുണ്ടായിരുന്ന ഷൺമുഖം ഷെട്ടിയുടെ ഒരാശ്രിതനും അതുപോലെ തന്നെ നമ്മളുടെ രാജ്യക്കാരൻ അല്ലാതായിട്ടുള്ള പരദേശിയുമായിട്ടുള്ള ഒരു വ്യക്തി നടത്തി വന്നിരുന്ന കമ്പനിയെ വൈദ്യുതി വിതരണത്തിന്റെ കുത്തകാവകാശം ഏൽപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ പൊതുജനം ശക്തമായിട്ട് പ്രതിഷേധിച്ചു. അത് തന്നെയാണ് വൈദ്യുത പ്രക്ഷോഭം. അതന്ന് അന്നത്തെ ദിവാനായിരുന്ന ഷൺമുഖം ഷെട്ടിയുമായിട്ട് റിലേറ്റഡ് ആണ് ഇതെന്ന് പറയുന്നത് വൈദ്യുത പ്രക്ഷോഭം. അത് തന്നെയാണ് ഇതിൽ ചോദിക്കാൻ സാധ്യതയില്ല. ഒരു ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വൈദ്യുത പ്രക്ഷോഭം നടക്കുന്ന സമയത്തുണ്ടായിരുന്ന ദിവാൻ ആരാണ്? RK ഷൺമുഖ ഷെട്ടി. അത് ഓർത്തു വെക്കുക കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏത് സ്വകാര്യ കമ്പനിയെയാണ് അദ്ദേഹം ഇത് ഏൽപ്പിച്ചത് എന്നുള്ളതാണ്. ഏത് സ്വകാര്യ കമ്പനിക്കായിരുന്നു ഈ വൈദ്യുത വിതരണത്തിന്റെ കുത്തകാവകാശം കൊടുക്കാൻ തീരുമാനിച്ചത്? മദ്രാസ് ആസ്പദമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അത് ഹെഡ് ക്വാർട്ടേഴ്സ് മദ്രാസിലുള്ള ചന്ദ്രിക എന്ന് പറയുന്ന ഒരു കമ്പനിക്കാണ് അവർ ഈ വിതരണാവകാശം കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പൊ ആ പേര് ചന്ദ്രിക എന്നുള്ളത് ഓർക്കുക. ഏത് ജില്ലയാണ് ഇതിൽ വരുന്നത്? ഏത് ജില്ലയിലാണത് നടന്നത്? തൃശ്ശൂരാണ് അല്ലെ. അപ്പൊ ആ ജില്ലയും ഓർക്കുന്നു. ഇനി നമുക്കിതിന്റെ വർഷമാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത്. ഏതാണ് ആ വർഷം എന്ന് പറയുന്നത്? 1936. ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള 2-3 നേതാക്കളെ കൂടി നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. ഇക്കണ്ട വാര്യരും AR മേനോനും അതുപോലെ തന്നെ CRE ഉണ്ണിയും. ഈ 3 നേതാക്കൾ, ഇക്കണ്ട വാര്യർ എന്ന് പറയുന്ന ആ നേതാവിന്റെ ഒക്കെ ഒരു എന്താ പറയാ എമർജൻസ് അല്ലെങ്കിൽ വരവ് അറിയുന്നത് ഏതിലൂടെയാണ് എന്ന് പറയാം? ഈ വൈദ്യുത പ്രക്ഷോഭത്തിലൂടെയാണ് എന്നുള്ളത് പറയാം. ഇനി നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞ് നിൽക്കാണ്. നോക്കാം എന്താണ്. തൃശ്ശൂരില് വൈദ്യുത വിതരണം നടത്തുന്നതിന് ഒരു സ്വകാര്യ കമ്പനിക്ക് അനുവാദം നൽകിയ ദിവാൻ
ഷൺമുഖം ചെട്ടിക്ക് എതിരായിട്ട് നടത്തിയ പ്രക്ഷോഭമാണ് വൈദ്യുതി പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഷൺമുഖം ചെട്ടി അതിനെന്താണ് വൈദ്യുത പ്രക്ഷോഭം. എന്താണ് നമ്മൾ പറഞ്ഞത്? തൃശ്ശൂരിലെ ഒരു സ്വകാര്യ കമ്പനിക്ക് വൈദ്യുത വിതരണം നടത്തുന്നതിന് എന്ത് കൊടുക്കുക? അനുവാദം കൊടുക്കുക. ദിവാൻ അദ്ദേഹത്തിന്റെ ആശ്രിതനും സ്വന്തക്കാരനും അല്ലെ പരിചയക്കാരനും ഒക്കെ ആയിട്ടുള്ള ആൾക്കാണ് കൊടുത്തത്. തൃശ്ശൂരില് വൈദ്യുതി വിതരണം സ്വന്തമാക്കിയ ആ കമ്പനിയുടെ പേര് ചന്ദ്രിക കമ്പനി അല്ലെ. ചന്ദ്രിക കമ്പനി. ഇപ്പൊ കുറച്ച് എന്താ പറയാ കാര്യമായിട്ട് നമ്മള് ചാന്ദ്രിക ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. കാലങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ്? ചന്ദ്രിക കമ്പനിയാണ്. മദ്രാസ് ആണ് അല്ലെ അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഏതാണ്? മദ്രാസ് ആണ്. പിന്നീട് ഇത് ആരെ ഏറ്റെടുത്തു? തൃശ്ശൂർ കോർപ്പറേഷൻ ഏറ്റെടുത്തു. അതായത് വൈദ്യുത വിതരണം ആരാണ് ഏറ്റെടുത്തത്? തൃശ്ശൂർ കോർപ്പറേഷൻ ഏറ്റെടുക്കാനുണ്ടായി. അതുപോലെ തന്നെ വൈദ്യുതി പ്രക്ഷോഭം നടന്ന വർഷം, ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ അല്ലെങ്കിൽ വൈദ്യുത പ്രക്ഷോഭം നടന്ന വർഷം 1936 ആണ്. എന്ത് പ്രക്ഷോഭവും സമരവും എന്തായിക്കോട്ടെ അത് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന വർഷത്തിന് എന്തുണ്ട്? പ്രാധാന്യമുണ്ട്. 1936 ആണ്. കേരളത്തിലെ ജനകീയ സമരങ്ങളിലേക്ക് ക്രിസ്ത്യാനികൾ പങ്കെടുക്കാൻ തുടങ്ങിയ സമരം ഏതാണ്? വൈദ്യുതി പ്രക്ഷോഭമാണ്. അങ്ങനെ ഒരു ചോദ്യം നമ്മൾക്ക് ചോദിക്കാം അല്ലെ, സാധ്യതയുണ്ട്. എന്താണ്? കേരളത്തിലെ ജനകീയ സമരങ്ങളിലേക്ക് ക്രിസ്ത്യാനികൾ പങ്കെടുക്കാൻ തുടങ്ങിയ സമരമാണ് വൈദ്യുതി പ്രക്ഷോഭം. അതിനു മുൻപ് ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതല്ല, ഉണ്ടായിരുന്നു. പല മേഖലകളിലും പല ആളുകളും നേതാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തൃശ്ശൂരിലെ തന്നെ പ്രബലമായിട്ടുള്ള സമുദായം എന്ന് പറയുന്നത് എന്തായിരുന്നു? ക്രിസ്ത്യൻ സമുദായമാണ്. അവരെ ദേശീയ ധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ വൈദ്യുത പ്രക്ഷോഭം എന്ത് ചെയ്തു? സഹായിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പ്രക്ഷോഭത്തിലേക്ക് തുടക്കം കുറിച്ച് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ മുൻനിരയിലേക്ക് ഇറങ്ങി വന്നത് ഏത് സമരത്തിന്റെ ഏത് പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ്? വൈദ്യുതി പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ്. വൈദ്യുതി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ആളുകളാണ് AR മേനോൻ, ഇഖണ്ഡ വാര്യർ, ഇ ഉണ്ണി. ഈ മൂന്ന് നേതാക്കളെയും നമ്മൾക്ക് എന്താണ്? പരിചയം ഉണ്ടാകണം കേട്ടോ. ഈ ഇഖണ്ഡ വാര്യർ എന്താണ്? ഈ ഇഖണ്ഡ വാര്യർ. അതുപോലെ തന്നെ എന്താണ്? CR ഇ ഉണ്ണി. എന്താണ്? CR ഇ ഉണ്ണി. CR ആണ് ഇനീഷ്യൽ കേട്ടോ. CR ഇ ഉണ്ണി, ഈ ഇഖണ്ഡ വാര്യർ, ഡോക്ടർ AR മേനോൻ. ഇവരാണ് എന്തിന് നേതൃത്വം കൊടുത്തത്? വൈദ്യുതി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പൊ വൈദ്യുത പ്രക്ഷോഭവുമായിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് കൂടുതൽ എന്ത് ചെയ്തിട്ടുള്ളത്? ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ, ചോദിക്കാൻ സാധ്യതയുള്ളൂ. വർഷവും നേതാക്കളും ദിവാനും ആ സ്വകാര്യ കമ്പനിയുടെ പേരും എന്ത് ചെയ്യുക? ഓർത്തുവയ്ക്കുക. എയിം സ്റ്റഡീസ് സെന്റർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് K.TET-ലും LPUP-ലും ഒക്കെ ഏറ്റവും കൂടുതൽ ചരിത്ര വിജയം സമ്മാനിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ LPUP-ൽ മാത്രം 250-ലധികം ആളുകളും K.TET-ൽ 500-ലധികം ആളുകളെയും ക്വാളിഫൈ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു. നിങ്ങൾ LPUP-ക്കും K.TET-നും ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എയിം സ്റ്റഡീസ് സെന്ററിന്റെ ഭാഗമാകുക. താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു കൊച്ചിയില് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ കൊച്ചി എന്നുള്ള ടോപ്പിക്കില് ഇലക്ട്രിസിറ്റി സമരവും പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? കൊച്ചി രാജ്യപ്രജാ മണ്ഡലവുമാണ് അല്ലെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇലക്ട്രിസിറ്റി സമരത്തിനെ കുറിച്ച് നമുക്ക് അത്ര പോയിന്റ്സേ വേണ്ടുള്ളൂ. അതാണ് നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി അടുത്തത് കൊച്ചി രാജ്യപ്രജാ മണ്ഡലം. ഈ കൊച്ചി രാജ്യപ്രജാ മണ്ഡലം രൂപീകൃതമായിട്ടുള്ള വർഷം ഏതാണ്? വർഷം 1941 ജനുവരി 26 ആണ്. 1941 ജനുവരി 26 കൊച്ചി രാജ്യപ്രജാ മണ്ഡലം നിലവിൽ വന്നത്. നമുക്ക് തിരുവിതാംകൂറിൽ നമ്മൾ ധാരാളം പ്രക്ഷോഭങ്ങൾ എന്ത് ചെയ്തു? കണ്ടു അല്ലെ. തിരുവിതാംകൂറിലെ പ്രക്ഷോഭങ്ങൾ പോലെ കൊച്ചിയിൽ അത്രത്തോളം എന്താ പറയുക പ്രക്ഷോഭങ്ങളൊന്നും ശക്തമായിട്ടുണ്ടായിരുന്നില്ല. ഈ 1941 ആരൊക്കെയാണ്? നീലകണ്ഠ അയ്യർ, അതുപോലെ തന്നെ VR കൃഷ്ണൻ എഴുത്തച്ഛൻ, ഇവരുടെയൊക്കെ നേതൃത്വത്തില് ഈ കൊച്ചി രാജ്യപ്രജാ മണ്ഡലം രൂപീകൃതമായതിന് ശേഷമാണ്
ശേഷമാണ് രാഷ്ട്രീയ സമരങ്ങളൊക്കെ അവിടെ ശക്തിപ്പെട്ട് വന്നത്. അപ്പൊ ഈ കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിന് കൊച്ചിയുടെ പ്രക്ഷോഭങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത എന്തുണ്ട്, പങ്കുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ അതില് നമ്മൾ ഓർക്കേണ്ടുന്ന അതെന്ന് പറയുന്നത് രാജ്യപ്രജാ മണ്ഡലം രൂപീകൃതമായിട്ടുള്ള വർഷം 1941. കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിന്റെ സ്ഥാപകർ എന്ന് ചോദിച്ചാൽ എസ് നീലകണ്ഠ അയ്യരും VR കൃഷ്ണൻ എഴുത്തച്ഛനുമാണ്. പറഞ്ഞതാണ് അല്ലെ, ആരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇതുണ്ടായത്? എസ് നീലകണ്ഠ അയ്യരും അതുപോലെ തന്നെ VR കൃഷ്ണൻ എഴുത്തച്ഛനും, രണ്ടുപേരും ഓർത്തു വെക്കുക. കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവിറക്കിയ കൊച്ചി ദിവാൻ ആരാണ്? ഈ ദിവാൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പലപ്പോഴും പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. ആ ദിവാൻമാരുടെ പേരുകൾ നമുക്ക് എപ്പോഴും കൺഫ്യൂഷനും ആണ് അല്ലെ. പക്ഷെ ഈ രാജ്യപ്രജാ മണ്ഡലവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ദിവാൻ ആരാണ്? AFW ഡിക്സൺ ആണ് കേട്ടോ. AFW ഡിക്സൺ ഓർത്തുണ്ടല്ലോ. അവിടെ നമ്മൾ ഇലക്ട്രിസിറ്റി സമരം പഠിക്കുന്ന സമയത്ത് ദിവാന്റെ പേരെന്തായിരുന്നു? RK ഷൺമുഖ ഷെട്ടിനോ എന്ത് വേണമെങ്കിലും പറയാം അല്ലെ, RK ഷൺമുഖ ചെട്ടി. അപ്പൊ പിന്നെ ഇലക്ട്രിസിറ്റി സമരം പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് വിട്ട് കഴിഞ്ഞ് എന്താണ്, വൈദ്യുത പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയത് ഏതാണ്? ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരാറുള്ള അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അല്ലെ. വൈദ്യുത പ്രക്ഷോഭത്തെ എന്താണ് അടിച്ചമർത്തിയത്? ആരാണ് അടിച്ചമർത്തിയത്? ധാരാളം ആളുകൾ ഈ പ്രക്ഷോഭത്തിന് വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അടിച്ചമർത്തിയത് ആരാണ്? കൊച്ചി ഗവൺമെന്റ് ആണ് കേട്ടോ. കൊച്ചി ഗവൺമെന്റ്. അപ്പൊ ആ ഒരു പോയിന്റ് കൂടി വൈദ്യുത പ്രക്ഷോഭവുമായി റിലേറ്റ് ചെയ്ത് പഠിക്കാം. അപ്പൊ നമ്മൾ പറയുന്ന സമയത്ത് വിട്ടുപോയതാണ്. അപ്പൊ കൊച്ചി ഗവൺമെന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ്, രാജ്യപ്രജാ മണ്ഡലത്തിലേക്ക് തിരിച്ചു വരാം. ആരാണ് ദിവാൻ? AFW ഡിക്സൺ ആണ് ദിവാൻ. അടുത്തത് കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിന്റെ നേതാക്കൾ ആരൊക്കെയാണ്? നേതാക്കൾ ഇക്കണ്ട വാര്യർ. നമ്മൾ ഇക്കണ്ട വാര്യരെ കുറിച്ച് പറഞ്ഞു അല്ലെ. വൈദ്യുത പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന നേതാവാണ് ഇക്കണ്ട വാര്യർ. പനമ്പിള്ളി ഗോവിന്ദ മേനോൻ, K. അയ്യപ്പൻ, ഇവരൊക്കെ കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിന്റെ എന്താണ്, നേതാക്കളാണ്. അപ്പോൾ 1941 കൊച്ചി രാജ്യപ്രജാ മണ്ഡലം രൂപപ്പെടുന്ന സമയത്ത് അതിന് രൂപപ്പെടാൻ വേണ്ടി നേതൃത്വം നൽകിയത് നീലകണ്ഠയ്യരും VR കൃഷ്ണൻ എഴുത്തച്ഛനുമായിരുന്നു. പിന്നീടാണ് ഈ പറഞ്ഞ നേതാക്കൾ ഇക്കണ്ട വാര്യര്, പനമ്പിള്ളി ഗോവിന്ദ മേനോൻ, K. അയ്യപ്പൻ തുടങ്ങിയിട്ടുള്ള ആളുകളായിരുന്നു കൊച്ചി പ്രജാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എന്ത് കൊടുത്തത്, നേതൃത്വം നൽകിയത്. അവരെ കൂടി നമ്മൾ ഓർത്തു വയ്ക്കുക. പ്രജാമണ്ഡലത്തിന്റെ ആദ്യ വാർഷിക സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ് എന്നുള്ളത്. പ്രജാമണ്ഡലം രൂപീകൃതമായത് 1941 അല്ലെ. അപ്പോൾ ഇരിങ്ങാലക്കുടയിൽ വെച്ചിട്ടാണ് അതിന്റെ വാർഷിക സമ്മേളനം നടന്നത്. വർഷം എത്രയായിരിക്കും അപ്പോ? 1942. ആദ്യ വാർഷിക സമ്മേളനത്തിന് വേദിയായത് ഏതാണ്? ഇരിങ്ങാലക്കുടയാണ്. 1942 വാർഷിക സമ്മേളനം നടന്നത്. അടുത്തത് പ്രജാമണ്ഡലത്തിന്റെ അവസാന വാർഷിക സമ്മേളനം നടന്നത് എവിടെയാണ്? തൃശ്ശൂർ വെച്ചിട്ടാണ്. പ്രജാമണ്ഡലത്തിന്റെ അവസാന വാർഷിക സമ്മേളനം എവിടെയാണ്? തൃശ്ശൂര്. ആദ്യ വാർഷിക സമ്മേളനം ഇരിങ്ങാലക്കുട, പിന്നെ അവസാനം നടന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. ആ സ്ഥലമാണ് പറയുന്നത് ഇരിങ്ങാലക്കുടയും അതുപോലെ തന്നെ എന്താണ് തൃശ്ശൂരും. ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? കഴിഞ്ഞ LPUP എക്സാമിൽ 250-ൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന LPUP എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു. ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ, PDF മെറ്റീരിയൽസ്, നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, OMR എക്സാമുകൾ, നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. ഇക്കണ്ട വാര്യർ പ്രധാനമന്ത്രിയായി
കൊച്ചിയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രജാമണ്ഡല മന്ത്രിസഭ നിലവിൽ വന്നത് എന്നാണ്? ഏതാണ് വർഷം? ഇക്കണ്ട വാര്യരാണ് അതിന്റെ എന്താണ് പ്രധാനമന്ത്രിയായത്. എന്ത് നിലവിൽ വന്നു? കൊച്ചിയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രജാമണ്ഡല മന്ത്രിസഭ. ഈ പ്രജാമണ്ഡലം ഒക്കെ രൂപീകരിച്ചതിന് ശേഷം ഇക്കണ്ട വാര്യരെ എന്താക്കിക്കൊണ്ട് പ്രധാനമന്ത്രിയാക്കിക്കൊണ്ട് ഒരു മന്ത്രിസഭ നിലവിൽ വന്നു. എന്നാണ് അത് നിലവിൽ വന്നത്? 1948 അപ്പോൾ പ്രജാമണ്ഡലം രൂപീകരിച്ച് 7 വർഷത്തിന് ശേഷമാണ് പ്രജാമണ്ഡല മന്ത്രിസഭ നിലവിൽ വന്നത്. ആരായിരുന്നു പ്രധാനമന്ത്രി? ഇക്കണ്ട വാര്യർ. കൊച്ചി രാജ്യപ്രജാമണ്ഡലം INCയിൽ ലയിച്ച വർഷം അല്ലെ? എന്താണ്? ഇൽന്ന് മാത്രമുണ്ട്. അവിടെ എന്താണ്? INCയിൽ ലയിച്ച വർഷം. എന്താണ് ചോദ്യം? കൊച്ചി രാജ്യപ്രജാമണ്ഡലം INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതില് ലയിച്ച വർഷം ഏതാണ്? അതും 1948. INCയില് രാജ്യപ്രജാമണ്ഡലം ലയിച്ച വർഷം 1948. കൊച്ചി കേന്ദ്രീകരിച്ച് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ സംഘടന അല്ലെ? കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ സംഘടനയും ഏത് തന്നെയാണ്? കൊച്ചി രാജ്യപ്രജാമണ്ഡലമാണ്. നമ്മൾ പറഞ്ഞു ഈ രാജ്യപ്രജാമണ്ഡലം ഉണ്ടാകുന്നതിന് മുൻപ് അങ്ങനെ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങളിലൊന്നും കൊച്ചി എന്ത് ചെയ്തിരുന്നില്ല? തിരുവിതാംകൂർ പോലെ പങ്കെടുത്തിരുന്നില്ല അല്ലെ? അപ്പൊ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ സംഘടന എന്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്ന് ചോദിച്ചാൽ കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ സംഘടനയാണ് കൊച്ചി രാജ്യപ്രജാമണ്ഡലം. ഇത്രയുള്ളൂ. കൊച്ചിയിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത സംഘടനയാണ് കൊച്ചി പ്രജാമണ്ഡലം. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ എന്ത് ചെയ്ത് കഴിഞ്ഞു? പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നമ്മളുടെ കൊച്ചി രാജ്യപ്രജാമണ്ഡലം ആയാലും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി സമരം ആയാലും കൊച്ചിയെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ? പഠിക്കാനുള്ളൂ. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നുമില്ല. ഈ കാര്യങ്ങൾ തന്നെ ഓർത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ടോപ്പിക്കിൽ നിന്നും ഏത് ചോദ്യം ചോദിച്ചാലും ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണുക. ഈ വർഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഓർത്തു വെക്കുക അല്ലേ? വൈദ്യുത പ്രക്ഷോഭവും കൊച്ചി രാജ്യപ്രജാമണ്ഡലവും നിങ്ങൾക്ക് വളരെ നന്നായി തന്നെ മനസ്സിലായി എന്നുള്ളത് വിശ്വസിക്കുന്നു. നമ്മളുടെ ക്ലാസ്സുകൾ നമ്മൾ എയിം സ്റ്റഡി സെന്ററിലൂടെ കൊടുത്തു വരുന്ന ക്ലാസ്സുകളുടെ പ്രത്യേകതകൾ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളാണ്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ ഇരുന്നു കൊണ്ടും നിങ്ങളുടെ ഇഷ്ടാനുസരണം സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കാം. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും കാണാം അല്ലേ? അതുപോലെ തന്നെ PDF നോട്ടുകളുണ്ട്. ചില ആളുകൾക്ക് ക്ലാസ്സുകൾ കണ്ട് മുഴുവൻ സമയവും മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾക്ക് PDF നോട്ടുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് വായിച്ച് പഠിക്കാവുന്നതാണ്. മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വീക്ക്ലി എക്സാമുകളുണ്ട്. നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന പരീക്ഷയുടെയൊക്കെ എല്ലാ പരീക്ഷകൾക്കും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾ അതിൻ്റെ ചോദ്യങ്ങൾ ഇങ്ങനെ ആൻസർ ചെയ്ത് പഠിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ വിജയ ശതമാനം എന്ത് ചെയ്ത് വരും? കൂടിക്കൂടി വരും. കൂടുതൽ ചോദ്യങ്ങൾ ഇങ്ങനെ ആൻസർ ചെയ്യുന്നതിനനുസരിച്ച്. അപ്പോൾ വീക്ക്ലി എക്സാമുകളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ സംശയ ദൂരീകരണത്തിനായിട്ട് മെൻറ്റർ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ എന്ത് ചെയ്യാൻ പറ്റും? ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇലക്ട്രിസിറ്റി സമരം അതുപോലെ തന്നെ കൊച്ചി രാജ്യപ്രജാമണ്ഡലം നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും പുതിയ ടോപ്പിക്കുകളുമായിട്ട് കാണാം. ഒരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കുകൾ ആവശ്യമുണ്ട്, ഏതെങ്കിലും സബ്ജക്റ്റോ ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലൂടെ അത് നിങ്ങൾക്ക് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.